പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു ഞായറാഴ്ച ആരാധനകൾ ഓൺലൈനായി പങ്കെടുപ്പാവുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. സമൂഹത്തിൻ്റെ ഭാഗമായി വിശ്വാസമോ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിപ്പാൻ അനുവദിക്കുമ്പോൾ ദൈവം നൽകുന്ന നന്മകളെ എന്നും ഓർക്കും ഞങ്ങളെ നാദോറും സഹായിക്കണമേ. കർത്താവ്, ഈ ഓൺലൈൻ ആരാധനയിൽ ഭവനങ്ങളിലായി പങ്കെടുക്കുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നാഥ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ ഞങ്ങൾ സകല ആവശ്യങ്ങളുമായി കടന്നു വരുന്നു. നാഥ, നിൻ്റെ കൃപയാൽ നിന്റെ മക്കളെയും അടിയങ്ങളെയും ഈ നാളുകൾ കാത്തു പരിപാലിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ സ്നേഹവും കഥനം അനുഭവിപ്പാൻ ഞങ്ങളെ ഒരുക്കുന്നുവല്ലോ. ആ കൃപയ്ക്ക് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ആരാധന അവസാനം തിരുകൃപയും സാന്നിധ്യത്തിനിപ്പം ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ദൈവസ്നേഹവും കഥയിലും പങ്കിട്ട് ജീവിക്കുന്ന കർത്താവിനെ സാക്ഷിപ്പാൻ ഞങ്ങളെ അനുവദിക്കണം. യേശു മിശിഹാ മൂലം യാചന കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്ക് മഹത്വമായി പാട്ട് പാടാം. ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്ന ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കണം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞാൻ നിന്റെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിനെ സ്തുതി. സൈന്യതയുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ.
ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മഹോന്നായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുമായിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങൾ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകർപ്പിക്കുന്ന ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിസവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിന് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമറിയും നിന്റെ കൃപാബലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ച് കാണിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമുള്ളതായി നാം പറയുന്നത് നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിലും നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ കൊണ്ടും വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സുഖത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെ പേര് ഞാൻ യോഗ്യനല്ല എന്നെ പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തതല്ല, പാവമൊഴികെ സമൂഹത്തിലും തുല്യമായി പരീക്ഷിക്കപ്പെടത്രേ നമുക്കുള്ളത്. ഇതിനാ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവർത്തനങ്ങൾക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയോടാണ് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. എപ്പോഴും കണിയുണ്ടാകുകയും ക്ഷമിക്കുന്ന സ്വഭാവവും ലക്ഷണവും ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപശങ്കരം കൊണ്ട് ബന്ധിക്കപ്പെട്ടതാകുന്നെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥന് കാര്യസ്ഥനുമായ യേശു ക്രിസ്തു ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകണിയോടുകൂടിയ കനിവണി ഞങ്ങളെ അയച്ചുവിടണമേ. ആമേൻ. കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. 100-ാം സങ്കീർത്തനം. സകല ഭൂവാസികളോട് യഹോവയ്ക്ക് അർപ്പിടുവീൻ. സന്തോഷത്തോടെ അവനെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാവുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്തവൻ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ വിശ്വസ്ത തലമുറ തലമുറയായിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആതെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇരിക്കാം. ഇന്നത്തേക്കുള്ളതായ സങ്കീർത്തന ഭാഗം ഇപ്പോൾ വായിക്കപ്പെടുന്നതാണ്. സങ്കീർത്തനം വാക്യപതിവാക്കാൻ ഉപയോഗിക്കാം. 45-ാം സങ്കീർത്തനം നമുക്ക് വാക്യപതിവാക്യമായി ഈ ആരാധനയിൽ ഉപയോഗിക്കാം. എൻ്റെ ഹൃദയം സഹോദരത്താൽ കവിയുന്നു,
എൻ്റെ ഗതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ ആകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യവും നിന്റെ അതിനിൽ മേൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാളരക്കി കെട്ടുക, തേജസ്സിൻ്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പരിപാലിക്കേണ്ടതിന് നീ മഹിമയോടെ കർത്തൃത്വമായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കിഴി വീഴുന്നു, രാജാവിൻ്റെ ശത്രുത തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. ദൈവം നിന്റെ ദൈവം തന്നെ, നിന്റെ കൂട്ടുകാരിൽ പരമാൻ തന്നെ ആനന്ദങ്ങളുടെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രത്തിന്മേലെല്ലാം മുറിവും ചന്ദനവും ലാവണ്യം കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്നും കമ്മിന നീളം കൊണ്ടും നിന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. നിന്റെ സ്ത്രീരത്ന കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. വലഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവിക്കൊള്ളുക. സ്വന്തം ജനത്തെ, നിന്റെ പിതൃഭവനത്തെ മറക്ക. അപ്പോൾ രാജാവിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോഗേർ നിവാസികൾ ജനത്തിലെ ധാരണ വസ്ത്രം തന്നെ കാഴ്ചവെച്ച് നിനക്ക് മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശഫ പരിപണിയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസ് കൊണ്ടുള്ളത്. അവളെ ചതുരങ്ങളുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാർ കൂടെ നടന്ന് കന്യമാരിൽ നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പുത്രന്മാർക്കാൾ പകരം ഇരിക്കും. സർവ്വഭൂമി നീ അവർക്ക് പ്രഭുമാരായിരിക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളും ഓർക്ക് മഹാറാക്കും. ജാതികളിൽ നിന്ന് നിനക്ക് സ്തോത്രം ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യങ്ങളും ഇപ്പോഴേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഒന്നാം പാഠം വായിക്കാം. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 13 മുതൽ 16 വരെ. രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു: യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവൻ്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞെരുക്കം കൊണ്ടും മൂടിക്കളയുന്നു. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്ക് നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് പത്നിയുമല്ലോ. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അത് ചെയ്യുന്നവൻ തൻ്റെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. സഖര്യാവിൻ്റെ പാട്ട് വാക്യപ്രതിവാക്യമായി ഉപയോഗിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ ദിനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പയക്കുന്നവരുടെയും കൈ നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കണ്ണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാത്തിനും വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധന്മാരോട് ഓർത്തുകൊണ്ടുമാവുന്നു. നീയോ പൈതലയത്തിന്റെ പ്രവാചകനെ വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ യാതൊരുകരണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുത്തതുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണങ്ങളിലേക്ക് പ്രകാശിച്ചവരുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആദരകരുണയായ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 2 മുതൽ 9 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ മർക്കോസ് 10-ാം അധ്യായം 2 മുതൽ 9 വരെ. അപ്പോൾ പരീശന്മാർ അടുക്ക വന്ന് ഭാര്യ ഉപേക്ഷിക്കുന്ന പുരുഷന് വിധമെന്ന് അവനെ പരീക്ഷിക്കൊണ്ട് അവരോട് ചോദിച്ചു. അവനവരോട് മോശ നിങ്ങൾക്ക് എന്ത് കൽപ്പന തന്നു എന്ന് ചോദിച്ചു.
ഉപേക്ഷണപത്രം എഴുതിക്കൊടുത്ത അവളെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചുവെന്ന് അവർ പറഞ്ഞു. യേശുവരോട്, നിങ്ങളുടെ ഹൃദയ കാണി നിമിത്തമത്രേ അവൻ നിങ്ങൾക്ക് ഈ കൽപ്പന എഴുതുന്നത്. സൃഷ്ടിയുടെ ആരംഭത്തെങ്കിലോ ദൈവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുതേ എന്ന് ഉത്തരം പറഞ്ഞു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഏവരെയും നിശ്ചലനായ കർത്താവ് നാമത്തിൽ ആമുഖമായി സ്നേഹവന്ദനം അറിയിക്കുന്നു. സഭാ ചിന്താവിഷയമെടുത്തായ ചിന്തയെ ആസ്പദമാക്കിയ വേദഭാഗം നാം വായിച്ചു കേട്ടുവല്ലോ. വിവാഹത്തിൻ്റെ മാന്യത എന്ന ചിന്താവിഷയമാണിന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് വായിച്ച സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചുവെങ്കിൽ ഇപ്രകാരം വളരെ വ്യക്തമായ വചനം ഓർപ്പിച്ചത് നാം ശ്രവിച്ചുവല്ലോ. ആകയാൽ ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇന്ന് വ്യത്യസ്തമായ ജീവിതക്രമമാണ് നാം ഇന്ന് കണ്ടുവരുന്നത്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കുകയും ദൈവം വേർപിരിച്ചതിനെ മനുഷ്യൻ കൂട്ടിച്ചേർക്കുന്നതായ ഒരു ജീവിതാവസ്ഥ ഇന്ന് വന്നിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വേദഭാഗങ്ങളിലൂടെ നാം ധ്യാനത്തിനായിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ആഴം നാം മനസ്സിലാക്കുമ്പോൾ കാലാനുസൃതമായി ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ ദൈവത്തിൻ്റെ ആലോചനയെ
വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. വിവാഹം ചെയ്തതിനു ശേഷം അതിന് പിന്മാറി വിവാഹം വേർപിരിയുന്ന ആളുകളുടെ എണ്ണം വളരെ വർദ്ധിക്കുന്നുവെന്നത് ഇന്നൊരു സത്യമാണ്. ഈ ആഴ്ചകളിലായി കേരളത്തിലെ ദൃശ്യ ശ്രവ്യ പത്രമാധ്യമങ്ങളെല്ലാം 2 സെലിബ്രിറ്റികളുടേതായ വിവാഹമോചനത്തെപ്പറ്റി നാം വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. പുറമെ അറിയുന്നതായ ഇപ്രകാരമുള്ള കേസുകളും അറിയപ്പെടാത്തതായ കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ക്രിസ്തീയ മതവിശ്വാസവും മറ്റ് ഇതര മതവിശ്വാസങ്ങളുമെല്ലാം വിവാഹത്തിൻ്റെ മാന്യത വ്യക്തമായി ഇവർ ഉപദേശിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇസ്ലാം മതവിശ്വാസത്തിൽ മാത്രമാണ് എൻ്റെ അറിവനുസരിച്ച് ഒന്നിലധികം വിവാഹത്തിനായ മതപരമായ അനുവാദം ലഭിച്ചിട്ടുള്ളത്. അതും ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് വീണ്ടും ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങണമെങ്കിൽ താൻ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുന്ന സ്ത്രീയെ സംരക്ഷിക്കുവാനായിട്ടും ജീവനാംശം കൊടുക്കുവാനും പരിപാലിക്കുവാനായിട്ടും ബാധ്യസ്ഥനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീവിതത്തിൽ ദൈവം നൽകിയതായ അവസരങ്ങളെ വിനിയോഗിക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമായ കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാനായി സാധിക്കും. വലിയ ലോകത്തിൽ വിവാഹമോചനം ഒരു വലിയ പ്രശ്നമായിട്ട് അവശേഷിക്കുകയാണ്. അതുമൂലം വേദനിക്കുന്ന ആളുകളുടെ എണ്ണവും ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു എന്നത് നാം മനസ്സിലാക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യമായിട്ടാണ് ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടേതുമായ ഈ പ്രവൃത്തിയെ നാം കാണേണ്ടത്. 2ഉം 3ഉം വാക്യങ്ങളെല്ലാം അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ വിഭാഗത്തിലുള്ള ആദ്യത്തേതായ ഒരു എതിർപ്പല്ല യേശു നേരിട്ടത്. എന്നാൽ അവ വീണ്ടും വാക്കിൽ കൊടുക്കുവാനായിട്ടും പരീക്ഷിക്കുവാനായിട്ടും പരീക്ഷന്മാരും ശാസ്ത്രിമാരും തുടർന്ന് ശ്രമിക്കുന്ന ഫലമായിട്ടാണ് വിവാഹത്തെപ്പറ്റിയുള്ളതായ കർത്താവിൻ്റെ ആലോചന സ്വീകരിപ്പാനായിട്ട് കേൾക്കുവാനായിട്ട് അവർ വീണ്ടും അവസരം ഉണ്ടാക്കുന്നത്. യഹൂദ പശ്ചാത്തലത്തിലെ വിവാഹത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി വേണം യേശുവിൻ്റെ മറുപടിയെയും പരീക്ഷന്മാരുടെ ചോദ്യങ്ങളെയും നാം മനസ്സിലാക്കേണ്ടത്. തൻ്റെ ജീവിതത്തിലേക്ക് കടന്ന സ്ത്രീ ഒരു ഉപഭോഗ വസ്തു എന്ന നിലയിൽ മാത്രം കണക്കാക്കി ഭവനത്തിലെ ദാസിയുടെ പോലെ സ്ഥാനത്തിലൂടി വേണ്ടത്ര അംഗീകാരവും പദവിയും കൊടുക്കാത്ത ജീവിത സാഹചര്യമാണ് അന്ന് യഹൂദ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നെല്ലാം തുലോ വ്യത്യസ്തമായി സ്വാതന്ത്ര്യത്തിൻ്റെയും ജീവിതത്തിൽ പരസ്പരം അംഗീകരിച്ചു പോകുന്നതായ ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണല്ലോ. അവിടെയും പ്രശ്നങ്ങൾ വരുന്നുവെന്നത് നാം മനസ്സിലാക്കുക. യേശു ഇവിടെ വിവാഹത്തെപ്പറ്റി പറയുമ്പോൾ വിവാഹത്തിൻ്റെ മാന്യത എന്ന പദം നാം ഉപയോഗിക്കുമ്പോൾ എന്താണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നാം മനസ്സിലാക്കുക. വിവാഹം എന്നതിനെപ്പറ്റി എൻ്റെ ചിന്തയിൽ മനസ്സിലാക്കുമ്പോൾ ഇറ്റ് ഈസ് എ ലിവിങ് ബ്രീതിങ് എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ബ്രൈഡ്. മണവാട്ടിയായ സഭയോട് യേശു കർത്താവ് പ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നാം ഈ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പരസ്പര ഗൗരവങ്ങളായി പ്രവർത്തിക്കുമെന്ന് വചനം വ്യക്തമായി ഓർപ്പിക്കുന്നു, നമ്മെ മനസ്സിലാക്കും. അവൻ്റെ പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിവാഹങ്ങൾ നിലനിൽക്കുമ്പോൾ പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമില്ലാത്ത വിവാഹങ്ങളാണ് പലപ്പോഴും നിലനിൽക്കാതെ പോകുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ ക്രിസ്തുവിനേക്കാൾ ഉപരിയായി പ്രാധാന്യം നൽകുന്ന വസ്തുത ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത് നാം മനസ്സിലാക്കുന്നുവല്ലോ. വിവാഹം എന്നതിനെക്കുറിച്ച് ആദ്യമേ എനിക്ക് ഓർപ്പിക്കാനുള്ളത്
ഇറ്റ് ഈസ് എ ഡിസയർ ഷേപ്ഡ് ബൈ ഗോഡ്. ദൈവത്താൽ രൂപപ്പെട്ടതായ ആഗ്രഹമാണ് വിവാഹം. ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രാരംഭ അധ്യായങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇത് വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു, നമ്മെ മനസ്സിലാക്കുന്നു. ദൈവത്താൽ രൂപപ്പെടുത്തിയതായ ഈ ആഗ്രഹം മനുഷ്യരുടെ നിറവേറ്റപ്പെടുവാനായി മനുഷ്യനെ ദൈവം വിവാഹത്തോടെ ഒരുമിച്ചാക്കുമ്പോൾ ദൈവം കൂട്ടിച്ചേർത്ത് തന്നെ വേർതിരിപ്പാൻ നമുക്ക് അവകാശമില്ല എന്നത് വ്യക്തമായി ഇന്ന് ഓർപ്പിക്കട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എന്നെ കേൾക്കുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിൽ വിവാഹമോചന അനുഭവത്തിൻ്റെതായ തീവ്രമായ വേദന അനുഭവിക്കുന്നതായെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവികമായ ഉദ്ദേശം നിറവേറ്റുവാനായി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു മുറിവുണ്ടായെങ്കിൽ ആ മുറിവിനെ പരിഹരിപ്പാനും ദൈവത്തിന് സാധിക്കുമെന്നത് നാം മറക്കരുത്. രണ്ടാമതായി വിവാഹത്തിൻ്റെ മാന്യതയെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ ദൈവവചനത്തെപ്പറ്റി ഉൾക്കൊള്ളുമ്പോൾ നാം ഓർക്കേണ്ടത് ഇറ്റ് ഈസ് എ ഡിസയർ സാറ്റിസ്ഫൈഡ് ബൈ ഗോഡ്. ദൈവത്താൽ തൃപ്തമാക്കപ്പെട്ടതായ ഒരു അഭിലാഷം, ആഗ്രഹമാണ് വിവാഹം. ഉൽപ്പത്തി പുസ്തകം പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇതിനെ ദൈവം സ്ഥാപിച്ചത്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് മാൻ ഈസ് എലോൺ. പ്രിയപ്പെട്ടവരെ, ഏകാന്തത ഒഴിവാക്കുവാനായി ദൈവം സ്ഥാപിച്ചതായ സ്ഥാപനയായ ഈ വലിയതായ ഉടമ്പടിയുടെ ശുശ്രൂഷയിലൂടെ മനുഷ്യൻ ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ ദൈവത്താൽ സ്ഥാപിതമാക്കപ്പെട്ടതായ ഈ ദിവ്യമായ ഈ ഉടമ്പടി അത് തകരാതെ സൂക്ഷിപ്പാനായിട്ട് നാം ഒരുങ്ങേണ്ടതാണെന്ന് ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഇത് നിലനിൽക്കണമെങ്കിൽ എന്താണ് നാം ദമ്പതികൾ അനുവർത്തിക്കേണ്ടത്? ഇറ്റ് ഇൻവോൾവ്സ് എ റെസ്പോൺസ്. ദൈവത്തോടൊരു പ്രതികരണം നമുക്കുണ്ടാകണം. എന്താണ് ദൈവത്തോടുള്ള പ്രതികരണം? ദൈവമാണ് എന്നെ നിങ്ങളെയും കൂട്ടിച്ചേർത്തിരിക്കുന്ന നിശ്ചയത്തോടു കൂടി, കർത്താവേ, മരണം വരെ ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് പരിപാലിക്കുന്നതായ നിശ്ചയത്തോടുകൂടി ദൈവത്തോട് പ്രതികരിപ്പാനായി ഇടയാകണം. ബ്രദറൻ സഭയുടെ വിവാഹ ശുശ്രൂഷകളിൽ വധുവരന്മാരുടെ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പാടുന്നൊരു പഴയ മനോഹരമായ പാട്ടുണ്ട്. പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത് യുഗകാലം വരെയുമെന്നാണ് പറഞ്ഞ് അവിടെ ഇരുവരുടെയും കരങ്ങൾ ശുശ്രൂഷയും ചേർത്ത് പിടിച്ച് വിശുദ്ധ വേദപുസ്തകം കൊടുത്ത് ആ ശുശ്രൂഷയെ ആശീർവദിക്കുന്നു. അത് മറ്റൊരുത്തൽ ദൈവം കൂട്ടിച്ചേർത്തവരെ ഒരു നാളും വേർപിരിക്കുന്ന വാക്യത്തിൻ്റെ അടിസ്ഥാനത്താണ് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവത്തുള്ളതായ നമ്മുടെ പ്രതികരണത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയാണ് ഫലകരമായ വിവാഹ ജീവിതത്തെ നാം മറക്കരുത്. വീണ്ടും, മാരിയേജ് ഇൻവോൾവ്സ് എ റെസ്പോൺസിബിലിറ്റി. പരസ്പര ഉത്തരവാദിത്വം നിറവേറ്റുവാനായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യമായ ഉത്തരവാദിത്വം കുടുംബജീവിതത്തിൽ പുലർത്തുവാനെന്നത് മറക്കരുത്. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉത്തരവാദിത്വമില്ലാതെ ശുശ്രൂഷിപ്പാനും പരിചരിപ്പാനും ഇടയാകരുത്. മറിച്ച് ഭർത്താവിനെ തികഞ്ഞ ഉത്തരവാദിത്വം ശുശ്രൂഷിപ്പാനും പരിചരിപ്പാനായിട്ടും ഭാര്യയും തയ്യാറാകണം. ഇതെവിടെ കുറയുന്നുവോ, ഇവിടെ നഷ്ടപ്പെടുന്നുവോ, അവിടെ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. ജീവിത സൗകര്യങ്ങളും ജീവിത മൂല്യങ്ങളും ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെതായ തോത് വർദ്ധിച്ചു വരുമ്പോൾ ഇവിടെ ബന്ധങ്ങൾ തകരുന്ന കാഴ്ച നാം കാണുന്നു. പിതാക്കന്മാരുടെ കാലത്ത്, പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് എന്നുള്ള ജീവിത സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ അവർ പരസ്പരം സഹിച്ച് ക്ഷമിച്ചും പോയതുപോലെ പോകുവാൻ തലമുറ തയ്യാറാകുന്നില്ല. അങ്ങനെ വേണമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ തന്നെയും തമ്മിൽ കൊടുക്കേണ്ടതായ ആദരവും ബഹുമാനവും നൽകിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് നീങ്ങുവാനായി ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. So it involves a response. It involves a responsibility. It is a desire shaped by God. It is a desire satisfied by God. എൻ്റെ വാക്കുകൾ ഞാൻ വിരാമം ഇടുവാനായിട്ട് ആഗ്രഹിക്കട്ടെ. എന്താണ് ഇത് നിലനിർത്തുന്ന അടിസ്ഥാന ഘടകം? മാരിയേജ് ഗിവ്സ് സാക്രിഫിഷ്യൽ ലവ്.
ത്യാഗപരമായ സ്നേഹത്തെയാണ് വിവാഹത്തിലൂടെ നമുക്ക് പരസ്പരം ഉൾക്കൊള്ളുവാനായി ഇടയാകേണ്ടത്. മാരേജ് കീപ്സ് കവനന്റ്, ഉടമ്പടി ദൈവം കൂട്ടിച്ചേർത്തന്നെ മനുഷ്യൻ വേർപിരിക്കരുത്. ഉടമ്പടി പാലിക്കുവാനായിട്ട് ഇടയാകണം. ആൻഡ് ഇറ്റ് സീക്സ് ഹാപ്പിനെസ് ഫോർ ബോത്ത് പാർട്ട്നേഴ്സ്. പങ്കാളിക്ക് രണ്ടുപേർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന അവസരമായിട്ട് ഇത് മാറുവാനായി ഇടയാകണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആധുനിക സമൂഹത്തിൻ്റെ ഭാഗമായ ഇന്നത്തെ തലമുറ പലപ്പോഴും ഇതെത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നത് സംശയമാണെങ്കിലും ദൈവത്തിൻ്റെ കൃപ നിറയപ്പെടുവാനായി ദൈവസ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാനായി ദൈവവ്യക്തികളായും കുടുംബങ്ങളായും ഏവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനമൗത്തും തജസ്സും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വിശ്വാസപ്രമാണം നമുക്ക് ചേർന്നെല്ലാം അപ്പോസ്തലിക വിശ്വാസപ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാനാൽ കന്യക ഉൽപ്പാദിക്കപ്പെട്ടു ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിനും കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവൻ എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൽ ഭാഗത്തേക്കുന്നു. അവിടെ നിന്ന് വളരെയും മനുഷ്യരെയും ന്യായനിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. പുസ്തകാലിക സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും ഭാവമോചനത്തിലും ശരീരനിർദ്ധാനത്തിലും നിത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. തുടർന്നുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് മുട്ടുകളെ മടക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, അവിടുത്തെ ആത്മാവോട് കൂടെയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. പെന്തക്കോസ്തിന് പിൻപ് 11 ഞായർ വിവാഹത്തിൻ്റെ മാന്യത. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തിരുവിഷ്ടം നിവർത്തിക്കുവാൻ നീ വിവാഹത്തെ നിയമിക്കുകയും കുടുംബത്തെ സ്ഥാപിക്കുകയും ചെയ്തതിലൂടെ ഈ ഭൂമിയെ സമ്പന്നമായി അനുഗ്രഹിച്ചിരിക്കുന്നുവല്ലോ. ക്രിസ്തുവിൻ്റെ ത്യാഗാത്മകമായ സ്നേഹം ഞങ്ങളുടെ പരസ്പര ബന്ധത്തിൽ പകർത്തുന്നതിലൂടെ എല്ലാ ഭാര്യാഭർത്താക്കന്മാരും തിരുനാമത്തെ മഹത്വപ്പെടുത്തട്ടെ. സന്തോഷത്തോടും വിനയത്തോടും തിരുമുമ്പിൽ ജീവിക്കുന്നതിലൂടെ തിരുനാമത്തെ ആദരിക്കട്ടെ. കർത്താവിനോടുള്ള അകമഴിഞ്ഞ ഭക്തിയിൽ ജീവിച്ച് അവർ സന്തോഷത്തോടെ രക്ഷയുടെ നീരുറകളിൽ നിന്ന് പാനം ചെയ്യുകയും കുടുംബജീവിതത്തിൽ പാവനത കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. അവരുടെ ജീവിതാനുഭവങ്ങളെ സ്വാർത്ഥരഹിതമായ വിശുദ്ധ സ്നേഹത്താൽ പൂരിതമാക്കണമെന്നും അവർ എന്നും കുടുംബജീവിതത്തിൻ്റെ നന്മയിൽ സന്തോഷിക്കുമാറാകണമെന്നും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിൽ കർത്താവും ഐക്യബദ്ധത്തിൽ ഇഷ്ടപ്പെടുന്നതിനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങൾ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ അക്രമങ്ങളിലൊക്കെയും നിന്നെ താഴ്മയുള്ള ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായിട്ടുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവിൻ്റെ ഇഷ്ടതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈ ഓൺലൈൻ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും
ദൈവനാമത്തിലെ സ്വാഗതം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ കരുതലും കാവലും അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അറിയിപ്പുകൾ. ഇന്ന് 4 മണിക്ക് ഓൾ ഏരിയ പ്രാർത്ഥന ഓൺലൈനായി നടത്തപ്പെടുന്നതാണ്. ലിങ്ക് എല്ലാവർക്കും അയച്ചു നൽകുന്നതാണ്. ഏവരും അതിൽ പങ്കെടുക്കുവാനായി അഭ്യർത്ഥിക്കുന്നു. ബുധനാഴ്ച 6 മണിക്ക് വൈകിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ഓൺലൈനായി നടത്തപ്പെടുന്നതാണ്. ലിങ്ക് അയക്കുന്നതാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് നടത്തപ്പെടുന്നതാണ്. ഈ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ ലിങ്ക് അയക്കുന്നതാണ്. സീനിയർ സിറ്റിസൺസ് അതിൽ പങ്കുചേരുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 7:30 മണിക്കും അസൻഷൻ പള്ളിയിൽ വെച്ചും അടുത്ത ഞായറാഴ്ച രാവിലെ 8 മണിക്ക് അസൻഷൻ പള്ളിയിലും മൗണ്ട് ചാപ്പലിലും വെച്ച് ആരാധന നടത്തപ്പെടുന്നതാണ്. ഇപ്പോഴുള്ള നിബന്ധന അനുസരിച്ച് 40 പേർക്ക് പങ്കെടുക്കാമല്ലോ. ആരാധനയിൽ പങ്കെടുക്കുവാനായി ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ചരമം. ചിറയിൽ ശ്രീ CM ബാബു നിര്യാതനായി. ശവസംസ്കാരം വെള്ളിയാഴ്ച ഖദീഡ്രൽ സെമിത്തേരി വെച്ച് നടത്തപ്പെട്ടു. ദുഃഖാത്തരായ കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിളിച്ചുവല്ല. ഈ ഇടവകയിൽ പുത്തൻപുരയ്ക്കൽ ശ്രീ ടിറ്റി വർഗീസിൻ്റെയും ശ്രീമതി സുജാ വർഗീസിൻ്റെയും മകൻ ശ്രീ ടിജോ വർഗീസ് ടിറ്റിയും, കുഴിമറ്റം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ കുട്ടമ്പേരൂർ തെക്കേക്കാലയിൽ ശ്രീ ജോളി ചെറിയാൻ്റെയും ശ്രീമതി സിബിയ ചെറിയാൻ്റെയും മകൾ അലീന സി തോമസ് തമ്മിൽ വിവാഹം ചെയ്യുവാൻ ഇരിക്കുന്നുവെന്ന് രണ്ടാമതും, ഈ ഇടവകയിൽ കൊട്ടാരത്തിൽ ശ്രീ ഡേവിഡ് ജോർജിൻ്റെയും ശ്രീമതി ലീലാമ്മ ഡേവിഡിൻ്റെയും മകൻ ശ്രീ വിനീത് കെ മാണി ഡേവിഡും, കോട്ടയം ഹോളി ട്രിനിറ്റി CSI കത്തീഡ്രലിൽ പൂരാക്കുളത്ത് ശ്രീ ജോൺ കുരുളുടെയും ശ്രീമതി ഏലിയാമ്മ ജോണിൻ്റെയും മകൾ റേച്ചൽ പി ജോണും തമ്മിൽ വിവാഹം ചെയ്യുവാൻ ഇരിക്കുന്നുവെന്ന് ഒന്നാമതും, ഈ ഇടവകയിൽ ആര്യംകുളത്ത് ശ്രീ MM മാണിയുടെയും ശ്രീമതി ശോശാം മാണിയുടെയും മകൾ സൂസൻ മാണിയും, കൊട്ടാരക്കര വില്ലൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിൽ മുകളുവിള കിഴക്കേക്കര പുത്തൻവീട്ടിൽ ശ്രീ ജേക്കബ് മാത്യുവിൻ്റെയും ശ്രീമതി സജു ജേക്കബിൻ്റെയും മകൻ കിച്ചു മാത്യു ജേക്കബ് തമ്മിൽ വിവാഹം ചെയ്യുവാൻ ഇരിക്കുന്നുവെന്ന് ഒന്നാമത് ഞാൻ പരസ്യം ചെയ്യുന്നു. ഇവർ തമ്മിൽ വിശുദ്ധ വിവാഹത്തെ തമ്മിൽ ചേരാനുള്ള കാരണമാകട്ടെ, ന്യായമുള്ള വിരോധമാകട്ടെ ആരെങ്കിലും അറിയുന്നെങ്കിൽ അതിന് രേഖാമൂലം ഇടപെട്ടക്കാരനെ അറിയിക്കണം. ഒരു നിമിഷം സഭയായി നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ നാഥനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് വരുന്നതായ പേര് പറഞ്ഞ ഈ പ്രിയ മക്കളെ ഏവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ വിലിഖിത പ്രകാരം അവർ ഒരുമിച്ച് കൂടിച്ചേരുവാനായി അവിടുത്തെ കൃപയാൽ അവിടെ നടത്തുമ്പോൾ ദൈവത്തിൻ്റെ വലിയ നന്മ അനുഗ്രഹവും പ്രാപിപ്പാനായി ഈ പ്രിയദാസിദാസരെ സഹായിക്കണമേ. ഈ വിവാഹം മൂലം സ്നേഹമത്തിലാകുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ധാരാളം നിൽപ്പാനായി പ്രിയമക്കളെ സഹായിക്കണമേ. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ പിതാവേ, പരിമിതികളോടുകൂടി ഈ വിവാഹം നടത്തപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ അമിതമായ കൃപയാൽ ഈ ശുശ്രൂഷകളേറ്റ് വരകരമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവ് ഇരു ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വധുവരന്മാരായി പേരുവചെല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയാതിന് മകൻ നിറപ്പാൻ തിരുമനസ്സാകണമേ. ദൈവമായ കർത്താവെ, വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന യവനും ഭാഗ്യവാൻ. ആ വലിയ നിശ്ചയത്തോടുകൂടി എൻ്റെ മകൾ ഒരുമിക്കപ്പെടുവാനും അനുഗ്രഹമായ കുടുംബജീവിതം നയിപ്പാനും ദൈവമേ നീ സഹായിക്കണം. സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മകളാൽ നിറയ്ക്കണം. യേശു മിശിഹ മൂലം യാചന കേൾക്കണമേ. ആമേൻ. ഇന്നലെ ഓഗസ്റ്റ് 7 ശനിയാഴ്ച ഇടവകയുടെ ആഭിമുഖ്യത്തിലുള്ളതായ രണ്ടാമത്തെ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് മൗണ്ട് ചാപ്പൽ വെച്ച് വളരെ അനുഗ്രഹകരമായി നടത്തപ്പെടുകയുണ്ടായി. മാങ്ങാനം മന്ദിരം ആശുപത്രിയുടെ സഹകരണത്തോടുകൂടി ഇടവക, ചർച്ച് കമ്മിറ്റി, യുവജന പ്രസ്ഥാനം, സേവന നിലയം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ്
ഇപ്രാവശ്യം വാക്സിനേഷൻ ക്യാമ്പ് ക്രമീകരിച്ചത്. 150-ൽ അധികം ആളുകൾക്ക് സൗജന്യമായി വാക്സിൻ നൽകുന്നതിന് ഈ ക്യാമ്പ് മൂലം സാധിച്ചു എന്നത് സന്തോഷത്തോടെ അറിയിക്കുന്നു. വാക്സിന് വേണ്ടി സ്പോൺസർ നൽകിയ തുക സ്പോൺസർ ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ വലിയ ഉദ്യമത്തിൽ പങ്കുചേർന്ന് ബന്ധപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് ഇടവകയുടെ ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, സെവനിലെ ഗവേണിംഗ് ബോർഡ്, യൂത്ത് മെമ്പേഴ്സ് ആൻഡ് യൂത്ത് കമ്മിറ്റി മെമ്പേഴ്സ്, നമ്മുടെ ഓഫീസ് സ്റ്റാഫ്, എല്ലാ ആളുകളോടും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ ക്യാമ്പിന് വേണ്ടി ക്രമീകരണം ചെയ്ത ശ്രീ ജോർജ് വർഗീസ്, മാങ്ങാനം മന്ദിരം ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, നേഴ്സിംഗ് സ്റ്റാഫ്, എല്ലാവരുള്ളതായി നന്ദി ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും. കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാൾ വിവാഹവാർഷികം ആചരിച്ചവരുടെ പേരുകൾ വായിക്കുന്നു. ഓൺലൈൻ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ അതാത് സ്ഥാനങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വത്തിൽ പങ്കുചേരുവാനായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. പിറന്നാൾ: സാമുവൽ ഫിലിപ്പ് മണ്ണാകുന്നിൽ, കെവിൻ ജോൺ ജോസഫ് കല്ലുപാലം, റഹാൻ സാബു പാലക്കൽ, മേരിക്കുട്ടി മാണി കണിയാങ്കുളം, ഏലിയമ്മ അലക്സ് ഉറുമ്പത്ത്, ആഷിഷ് സുരേഷ് ഉമ്മൻ ചേനാശ്ശേരി, ഷീന മാത്യു പാറക്കൽ, തോമസ് ഫിലിപ്പ് മഴുക്കാട്ട്, മറിയാമ്മ ചെറിയാൻ ചുങ്കത്തിൽ, ഷീബ മറിയം ജോൺ നടുവിലെ പറമ്പിൽ, നരോത്ത് നിയോറ സംഘം സാം കോട്ടവാതുക്കൽ, റജു ജോൺ കൊപ്രായിൽ, അജിത് ചെറിയാൻ മാണി തയ്യിൽ, ഐവാൻ ജേക്കബ് ജെറിൻ വേങ്ങശ്ശേരിൽ, സുമോൾ ഷിബു പ്ലാപ്പറമ്പിൽ, ജിന്നു മേരി ജേക്കബ് കോട്ടവാതുക്കൽ, നിതിൻ ജേക്കബ് ജോർജ് ഉള്ളാപ്പള്ളിൽ, കോശി ബെന്നാഡ് കുരിശിങ്കൽ, സന്തോഷ് ജോർജ് കെ കൊച്ചുകളീക്കൽ, യസ്ര അക്കാമ നോബിൻ ഇറക്കത്തിൽ, ലിവിയ ഗ്രേസ് ജേക്കബ് കൊച്ചുകളീക്കൽ, അമിത് ജോർജ് തേങ്കല്ലിങ്കൽ, സൂസമ്മ തോമസ് ഇറക്കത്തിൽ, മനീഷ് എബ്രഹാം മനീഷ് കൊറന്താനം, സാബു ചാണ്ടി മുട്ടത്തേത്ത്, റോണു സാം തമ്പി പുത്തൻപുരയ്ക്കൽ ആൻഡ് ആനി ചെറിയാൻ പുളിക്കൽ. വിവാഹവാർഷികം ആചരിച്ചവർ ജോൺ ജേക്കബ് ടി ആൻഡ് സാറമ്മ ജേക്കബ് സ്രാബിക്കൽ. പ്രാർത്ഥനയെ നമുക്ക് ഇവരെ ഓർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സർവശക്തനായ വിടുദൈവേ, സ്വഗസ്ഥനായ പിതാവേ, ജന്മദിനം കൊണ്ടാടിയായ പ്രിയമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികമായ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം കർത്താവേ. ഒരു വർഷക്കാലം കർത്താവിൻ്റെ കൃപയാൽ മക്കളെ നടത്തിയവർക്കായി സ്തോത്രം. പിറന്നാൾ ആചരിച്ച എല്ലാവരെയും ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്ന പേര് ഞങ്ങൾക്കുമായി സ്തോത്രം. ഒരായിരിക്കും ജീവിത സ്ഥാനങ്ങളിൽ
കർത്താവിൻ്റെ കൃപയാൽ നിന്റെ മക്കളെ നിറപ്പാൻ തീരുമാനിച്ചാകണമേ. കർത്താവെ, പ്രയാസത്തിൻ്റെയും വൈഷമ്യത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ കടന്നു പോകുമ്പോഴും ദൈവത്തിന് അമിതമായ കൃപയാൽ നിറയപ്പെടുവാൻ നിന്റെ മക്കളാൽ ഞങ്ങളെ സഹായിക്കണമേ. പുതുവർഷം നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പ്രത്യാശയുടെ വർഷമായി പിതാവേ നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹവാർഷമാചരിച്ചതായി പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ കൃപയുടെ കരങ്ങളിൽ അവരെ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, ദൈവമായ കൃപകളാൽ നിറയപ്പെടുവാൻ നിന്റെ മക്കളെയും സഹായിക്കണമേ. അവിടുന്ന് നൽകിയ കുടുംബജീവിതത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപത്താളിന് പെൺമക്കളെയും ഒരുക്കണമേ, സഹായിക്കണമേ. ദൈവമായ കർത്താവ്, ഞങ്ങൾ സഫയായി പ്രിയമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹവും നമ്മയും പ്രാപിപ്പാൻ പ്രിയമക്കളെ സഹായിക്കണമേ. വരും വർഷം കുടുംബജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ വർഷമായി തീരുവാൻ ഈ പ്രിയമക്കളെയും സഹായിക്കണം. പേര് പറഞ്ഞ എല്ലാവർക്കുമായി സ്തോത്രം. കർത്താവേ, ഒരായ ജീവിതസ്ഥാനങ്ങളിൽ ദൈവമായ കൃപകളാൽ നിറയപ്പെടുവാൻ മക്കൾ ഒരുക്കണമേ, സഹായിക്കണമേ. മഹത്വം അങ്ങെടുക്കണം. യേശു മശിഹ മൂലം യാചന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മോടുകൂടി കുടുംബജീവിതത്തിലേക്ക് ഒരു വർഷം പൂർത്തീകരിച്ച പ്രിയമക്കളോടും പിറന്നാളാഴ്ച പ്രിയമക്കളോടും കൂടി ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഈ നിമിഷം വരെയും ദൈവം നമ്മളെ കാത്തുപരിപാലിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വരാമായിരുന്ന വലിയ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെ കാത്തുപരിപാലിച്ച് ദൈവം നമ്മളെ നടത്തുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. കുടുംബ അംഗങ്ങളെ എല്ലാവരെയും നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. നമ്മുടെ ഇടവകയെ നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. നേതൃത്വം കൊടുക്കുന്ന പട്ടക്കാർ, ചേർച്ച് കമ്മിറ്റി, സീനിയർ പട്ടക്കാർ, സംഘടനാ ഭാരവാഹികൾ, സംഘടനയിലെ അംഗങ്ങൾ എല്ലാവരെയും നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. നമുക്ക് നമ്മുടെ ഓരോ കുടുംബങ്ങളെയും നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. നമ്മുടെ അറിവിലുമല്ലാതെയും രോഗത്താലും ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രികൾ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭവനത്തിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാടവയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മളെ നേർപാതയിൽ നയിക്കുവാൻ വേണ്ട കൃപകളെ നടക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മഹാമാരിയെ അതിജീവിക്കുവാൻ വേണ്ട കൃപകളെ നമുക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ഭാരവാഹികളെ, ഭരണകർത്താക്കളെ എല്ലാവരെയും നമുക്ക് ദൈവം ഫലമേൽപ്പിക്കാം. പ്രശ്നസംഹിതമായിട്ടുള്ള അവസ്ഥകളിലൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നീതിബോധത്തോടുകൂടെ ഭരണം കാഴ്ചവെപ്പാൻ, നമ്മളെ ഭരിപ്പാൻ വേണ്ട കൃപയെ കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടെ നമുക്കൊന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ വിഷയങ്ങളെല്ലാം ചേർത്തുകൊണ്ട് മൗനമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യാചനകളും തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന ഉപയോഗിക്കാം. പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, സകലകരണങ്ങളെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സ്ഥലമനുഷ്യരോടും നിനക്കുള്ള സ്ഥലനന്മയ്ക്കായിട്ടും ആദരകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സ്ഥലങ്ങൾക്ക് വേണ്ടിയും
എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലപിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മധുര പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിനെ ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്നെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലകരങ്ങളെയും കുറിച്ച് തക്കതായ ബോധനങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനെ നിനക്കും പരിശുദ്ധാത്മാവിനും സർവ്വബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നുവല്ലോ. 2 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവല്ലോ. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സജീവ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. അടുത്തതായിട്ട് നമുക്കൊരു പാട്ട് പാടാം. ഈ സമയത്ത് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് സ്തോത്ര വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. നമുക്ക് തുറന്നും പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കോണം ഈ വഴിപാടിനെ അർപ്പിക്കുന്നതിന് ജനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.
taught us how to live in harmony. Jesus taught us how to live in harmony. Different faces, different races, He made us one. Jesus taught us how to live in harmony. Jesus taught us how to be a family. Jesus taught us how to be a family. Loving one another with the love that He gives. Jesus taught us how to be a family. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയം നിങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വന്ന് നിന്നെ ആരാധിപ്പാൻ തന്ന കൃപകൾക്കായി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ വന്നുപോയ കുറവുകളൊക്കെയും ക്ഷമിക്കണമേ, ഒന്നും കണക്കിടരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തതിൻ്റെ സ്ഥാനങ്ങൾ കൂടെ ഇരിക്കണമേ. ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ നിന്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങൾ ഒരിക്കൽ ശക്തിയിരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ നിറയ്ക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, അവിടുത്തെ ആത്മാവോട് കൂടെയും. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.